നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നാലെ ദേ അടുത്ത പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുടെ വാർത്തകൾ പുറത്തു വരികയാണ്. രാജസ്ഥാൻ പാരാമെഡിക്കൽ കൗൺസിൽ നടത്തിയ പരീക്ഷ, അതിൽ ചോദ്യപേപ്പർ ചോർന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ പരസ്യമായി പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്രന്മാർ രാജ്യത്തെ ചെറുപ്പക്കാരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വെച്ച് പന്താടുകയാണ്. നീറ്റ് പരീക്ഷ, CBSE പരീക്ഷ തുടങ്ങി ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പരീക്ഷാ പേപ്പർ ചോർച്ചയും അതിന്റെ വാല്യുവേഷൻ ഉൾപ്പെടെ എല്ലാം താളം തെറ്റിയതിനു പിന്നാലെ ഇവർ എന്ത് മാറി എന്ന് ചോദിച്ചാൽ ഒരു ചുക്കും മാറിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് ആ ദൃശ്യം. ഇന്നിപ്പോ ജയ്പൂരിലെ പ്രഭാദേവി മെമ്മോറിയൽ എക്സാമിനേഷൻ സെന്ററിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ദൃശ്യമാണ്. രാവിലെ RPMC എക്സാമിന്റെ ഭാഗമായിട്ട് ഇവിടെ 500ഓളം കുട്ടികൾ പരീക്ഷയ്ക്കെത്തി. പരീക്ഷ ആരംഭിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒരു വിഭാഗം കുട്ടികൾക്ക് മാത്രം ചോദ്യപേപ്പർ വിതരണം ചെയ്ത് പരീക്ഷ എഴുതാൻ അനുവദിച്ചു. ബാക്കി 2 ഫ്ലോറിലുള്ള കുട്ടികൾക്ക് 1 മണിക്കൂറായിട്ടും ചോദ്യപേപ്പർ എത്താതെ വന്നപ്പോൾ അത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ചോർത്തിക്കൊടുത്ത് കുറെ കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിക്കുന്നു എന്നുള്ള വിവരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു റാക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിനെ തുടർന്നാണ് കഴിഞ്ഞ കുറെ കാലത്തെ അധ്വാനത്തിന് ശേഷം, കഷ്ടപ്പാടിന് ശേഷം, ഉറക്കമുണർന്നുള്ള പഠനത്തിന് ശേഷം പരീക്ഷ എഴുതാൻ വന്ന കുട്ടികൾ പരീക്ഷാ ഹാളിനകത്ത് നടത്തുന്ന വിവേചനം കണ്ടിട്ട് അത് താങ്ങാൻ പറ്റാതെ ഈ രീതിയിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? രാജ്യത്ത് യുവാക്കൾക്കിടയിൽ ഒരു വലിയ പ്രതിഷേധം പാറ്റാ വിപ്ലവം എന്ന പേരിൽ ഉയർന്നു വന്നു. എന്തിന്റെ പേരിൽ? നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പല സുപ്രധാന പരീക്ഷകളുടെയും ചോദ്യപേപ്പറുകൾ ഏജൻസികൾക്ക് കൈമാറി കോടികളുടെ കച്ചവട ഉൽപ്പന്നമാക്കി മാറ്റിയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം നേവിയുടെയും എയർഫോഴ്സിന്റെയൊക്കെ പേര് പറഞ്ഞ് ആ വിവാദത്തിൽ നിന്ന് തടിതപ്പാൻ ശ്രമിക്കുമ്പോഴാണ് രാജസ്ഥാനിൽ ഡബിൾ എഞ്ചിൻ സർക്കാരുള്ള ഇടത്ത് പാരാമെഡിക്കൽ പരീക്ഷയ്ക്ക് ഈ ഗതി വന്നിരിക്കുന്നത്. പരീക്ഷ എഴുതാൻ പഠിച്ച് തയ്യാറായി വന്ന കുട്ടികൾ അവർ നേരിട്ട ഈ അനീതി, ഒരു വിഭാഗം കുട്ടികളെ മാത്രം പരീക്ഷ എഴുതിച്ചുകൊണ്ട് മറ്റു കുട്ടികളെ അവിടെ വെറുതെ ഇരുന്ന കുട്ടികൾ പരീക്ഷ എഴുതാതിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതേ ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ എഴുതാൻ വന്ന ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുത്തു എന്ന ആരോപണങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. എന്തായാലും നീറ്റ് പരീക്ഷയുടെ വീഴ്ച കൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അവരുടെ സമീപനങ്ങൾ ഇപ്പോഴും ഉത്തരവാദിത്തരഹിതമായി തുടരുകയാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ഒരു നീറ്റ് പരീക്ഷയുടെ ഭാഗമായി ഈ രാജ്യത്തെ 31 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. ആ കുട്ടികളുടെ ജീവന് പോലും ഒരു വിലയും കൽപ്പിക്കാതെ വീണ്ടും ഈ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ അത് യഥേഷ്ടം ചോർന്നു പോകുന്ന ഗതികേടിലേക്ക് രാജ്യം എത്തിയെന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവരുടെ കഴിവുകേടെന്നല്ലാതെ അതിനെ മറ്റെന്ത് വിളിക്കാൻ കഴിയും? ഇങ്ങനെ ഒരു പരീക്ഷാ സെന്ററിൽ കുട്ടികൾക്ക് പരസ്യമായിട്ട് എക്സാം ഹാളിലെ കസേരകളും മറ്റും വലിച്ചെറിയേണ്ട അവസ്ഥ വന്നെങ്കിൽ എത്രമാത്രം അവർ പ്രകോപിതരായിട്ടുണ്ടാകും? ആരാണ് അതിന് ഉത്തരവാദികൾ? ഈ നാട്ടിലെ കുട്ടികളുടെ പരീക്ഷയും വിദ്യാഭ്യാസവും അവരുടെ ഭാവിയും അവതാളത്തിലാക്കുന്ന കഴിവുകെട്ടവരാണ് ഭരിക്കുന്നു എന്നുള്ളത് ഡബിൾ എഞ്ചിൻ സർക്കാരായിട്ടുള്ള രാജസ്ഥാനിൽ നിന്ന് വെളിവാകുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാർ വല്ലാത്ത ആശങ്കയിലാണ്. എന്തായിത്തീരും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം? ലോകത്താകമാനം എത്തിപ്പെടുന്ന നമ്മുടെ നാട്ടിലെ കുട്ടികൾ അവരുടെ പരീക്ഷകൾ അത് ശരിയാവണ്ണമല്ല ക്രമക്കേടുകളിലൂടെ അനർഹരായവരെ തിരികെ കയറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന അപകടകരമായ അവസ്ഥയിലാണെന്ന് പറയേണ്ട മറ്റൊരു ഉദാഹരണം കൂടിയാണ് രാജസ്ഥാൻ പാരാമെഡിക്കൽ കൗൺസിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ലീക്കിന്റെ പേരിൽ വിദ്യാർത്ഥികൾ ഇന്ന് നടത്തിയ ഈ പ്രതിഷേധമെന്ന് പറയേണ്ടി വരികയാണ്.